നമുക്കിന്ന് നല്ല നാടൻ രുചിയുള്ള വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത ഒരു മീൻ പൊരിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത ആവോലിയാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് പോംഫ്രെറ്റ് എന്ന് പറയും. മീൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പുരട്ടാനൊരു മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഈ മസാലയ്ക്ക് വേണ്ടി ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിരിയമുളക് പൊടിയാണ്, സാധാരണ മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഒരു 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഈ മസാലകളെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലോട്ട് ഇനി മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മുടെ ഈ മീൻ പൊരിച്ചതിന് നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ആ മസാല ഒന്ന് കുഴഞ്ഞിരിക്കാൻ പരുവത്തിൽ മാത്രം മതി. കൂടുതൽ നമ്മൾ ഒഴിച്ചാൽ മസാല അത് ലൂസായി പോകും. അതും കൂടി ചേർത്തിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് അതിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത പാലാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മീനിലോട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കാം. ഇതിന് മറ്റേ വശത്തും ഇതുപോലെ തന്നെ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഈ മസാല പുരട്ടിയ മീൻ ഞാൻ ഒരു 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് പൊരിക്കുന്നത്. അന്നേരത്തേക്ക് അതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പൊരിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചാലേ ഉള്ളതിന് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ. നമുക്കതിലോട്ട് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ മസാലയെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മീൻ പൊരിക്കാൻ ഉണ്ടാക്കിയ മസാലയിൽ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഈ മസാല വെട്ടി മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതേ മസാല കൊണ്ട് തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ മസാല പുരട്ടി വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താലും നല്ലതാണ്. നമ്മുടെ ഈ മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സമയത്ത് ഒരുപാട് മീൻ ഇട്ട് പൊരിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോഴത്തേക്ക് അത് മൂത്ത് കിട്ടാൻ താമസമായിരിക്കും. അപ്പോൾ ഇതും ഫ്രൈ ആയിട്ടുണ്ട്. അതും നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല നാടൻ രുചിയുള്ള മീൻ പൊരിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഏത് തരത്തിലുള്ള മീനാണെങ്കിലും നമുക്ക് ഈ മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ഒരു വലിയ ആവലുണ്ട്. മീനൊക്കെ നല്ല സെറ്റ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 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 1 മണിക്കൂ
നല്ല നോക്കി നിങ്ങൾക്ക് മീൻ ഇതെടുക്കാം, നല്ല മീനാണ്, ഒന്നും കുഴപ്പമില്ലല്ലോ കേട്ടോ. അതിലും ഭേദം അതല്ല. എടുക്കല്ലേ, ഒന്നുകൂടെ കാണിക്കും. ഇതെടുത്ത് നല്ല മീനാണ്, ധൈര്യമായിട്ട്. എത്ര കിലോയ്ക്ക്? അതിൻ്റെ പൈസ 35. ഇതാണല്ലോ 1.5 കിലോ. അത് മതി. ഇതിന് ആദ്യം വരുന്നത് ഇതിന് ചുക്കാൻ मेरे पास नहीं लेगा, कुछ भी खीरा भी छोड़ देगा, शर्म की ना कर।